Good evening, friends. Welcome to our channel, 10 Riders. നാളത്തെ ഫിൻനിഫ്റ്റി എക്സ്പയറിയുടെ ഇമ്പോർട്ടൻറ്റ് ലെവൽസ് ആണ് ഇപ്പോൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇന്നത്തെ ഫിൻനിഫ്റ്റിയുടെ റേഞ്ച് എന്ന് പറഞ്ഞ ഒരു 300 പോയിന്റ്സിലായിരുന്നു മാർക്കറ്റ് അപ്പ് ആൻഡ് ഡൗൺ റേഞ്ച് ഉണ്ടായിരുന്നത്. അതായത് 17,800 17,500. അപ്പം ഈ ഒരു റേഞ്ചിനകത്തായിരുന്നു ഇന്ന് ഫിൻനിഫ്റ്റിയുടെ പ്രൈസ് മൂവ്മെൻറ്റ്സ് എന്ന് പറയുന്നത്. വിക്സ് ഇത്തിരി ഹൈ ആയതുകൊണ്ട് ഹൈ വിക്സ് എൻവയോൺമെൻറ്റ് ആയതുകൊണ്ട് നോർമലി നമുക്ക് ഈ തരത്തിലുള്ള വോളറ്റൈലിറ്റി മാർക്കറ്റിൽ എക്സ്പെക്റ്റ് ചെയ്യാം. അപ്പോൾ ഈ ഒരു അനാലിസിസിൽ നാളത്തെ നമ്മളെ ലെവൽസിനെ പറ്റിയാണ് നമ്മൾ പറയാൻ പോകുന്നത്. ഈ ഒരു റേഞ്ചിനകത്ത് മാർക്കറ്റ് എവിടെ ഓപ്പൺ ചെയ്താലും, അതായത് 17,500ൻ്റെയും 17,800ൻ്റെയും ഇടയ്ക്ക് എവിടെ മാർക്കറ്റ് നാളെ ഓപ്പൺ ചെയ്താലും പ്രൈസ് ആക്ഷൻ നോക്കി മാത്രം എൻട്രി എടുക്കുക. സപ്പോർട്ടിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ പുട്ട് സെറ്റ് ചെയ്യുക. റെസിസ്റ്റൻസിന് അടുത്തോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ പ്രൈസ് ആക്ഷൻ നോക്കിയിട്ട് കോൾ സെല് ചെയ്യുക. മാർക്കറ്റ് ഒരു റേഞ്ച് ബൗണ്ട് സൈഡ് വേസ് മൂവ്മെന്റ് ആണ് തരുന്നതെങ്കിൽ എക്സ്പയറി വരെ നിങ്ങൾക്ക് ആ ഒരു സ്ട്രാങ്കിൾ ഹോൾഡ് ചെയ്തിട്ട് പ്രീമിയത്തിൻ്റെ ഫുൾ എമൗണ്ടും കളക്ട് ചെയ്യാവുന്നതാണ്. ഇനി ഇന്നത്തെ ഇന്നത്തെ ഡേ ഹൈ, അതായത് 17,800 തൊട്ട് മുകളിൽ ആയിട്ടാണ് മാർക്കറ്റ് നാളെ ഓപ്പൺ ചെയ്യുന്നതെങ്കിൽ ഈ 17,882 17,900 എന്ന് പറഞ്ഞ ലെവല് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോട്ട് ചെയ്യുക. കാരണം ഈ ലൈൻ എന്ന് പറയുന്നത്, ഈ ഡോട്ടഡ് ലൈൻ എന്ന് പറയുന്നത് പ്രീവിയസ് വീക്ക് ലോ ആണ്. അപ്പോൾ പ്രീവിയസ് വീക്ക് ലോ കറണ്ട് വീക്കിൽ പ്രൈസ് മുകളിലോട്ട് പോകാൻ നേരം ഒരു റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്യും. മാത്രമല്ല അതിന് തൊട്ട് മുകളിലായിട്ട് 940 17,940 വരെ ഒരു ഗ്യാപ്പ് ബോർഡറും കാണുന്നുണ്ട്. അപ്പോൾ ഒരു ഫാൾസ് ബ്രേക്ക് ഔട്ട് എന്ന രീതിയിൽ മുകളിലേക്ക് പോയിട്ട് ചിലപ്പോൾ മാർക്കറ്റ് അവിടെ നിന്ന് റിവേഴ്സ് ചെയ്യാനുള്ളൊരു പ്രോബബിലിറ്റിയും ഉണ്ട്. അപ്പം അങ്ങനെ നിങ്ങൾ ഇവിടെ നിന്നൊരു രാവിലത്തെ ഒരു ബുള്ളിഷ് മൂവ്മെൻറ്റ് എങ്ങാനും കണ്ട് ഇവിടെ നിന്നൊരു ലോങ് മൂവ്മെൻറ്റ് എടുക്കുകയാണെങ്കിലും, അത് പുട്ട് സെല്ല് ചെയ്ത് ലോങ് പൊസിഷൻ എടുക്കുകയാണെങ്കിലും ഗ്യാപ്പ് ബോർഡർ എത്തുമ്പോഴത്തേക്കും പ്രോഫിറ്റ് ബുക്ക് ചെയ്തിട്ട് പ്രൈസ് ആക്ഷൻ നോക്കിയിട്ട് എൻട്രി ചെയ്യുക. ഗ്യാപ്പ് ബോർഡിൽ എത്തുമ്പം റിവേഴ്സൽ കാണുകയാണെന്നുണ്ടെങ്കിൽ സേഫായിട്ട് ഒരു 100-200 പോയിന്റ്സ് മുകളിൽ, അതായത് 18,000 എന്നുള്ള ആ ഒരു സൈക്കോളജിക്കൽ നമ്പറിന് മേളിൽ 18,100ൻ്റെ കോള് സെല്ല് ചെയ്യുക. പൊസിഷൻസ് താഴോട്ട് പ്രോഫിറ്റബിൾ ആയി വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് 100 പോയിന്റ്സ് വെച്ചിട്ട് കോൾസ് റോൾ ഡൗൺ ചെയ്യാം. ഓക്കെ, ഇനി നമുക്ക് ഡൗൺ സൈഡ് ടാർഗറ്റ്സിലേക്ക് നോക്കാം. ഇന്നത്തെ ഡേ ലോ ബ്രേക്ക് ചെയ്താണ് ഇന്നത്തെ ഓപ്പണിംഗിൽ 7,458 എന്ന് പറയുന്നത് 17,458 എന്ന് പറയുന്നത് ഒരു സ്ട്രോങ് സപ്പോർട്ടാണ്. വീക്കിലിൽ വരുന്ന സപ്പോർട്ട് ലെവലാണ്. അവിടുത്തെ പ്രൈസ് ആക്ഷൻ നോക്കുക. സ്ട്രോങ് ഒരു ക്ലോസിങ് 17,458 താഴെ തരികയാണ്. കൂടെ നിഫ്റ്റിയും ബാങ്ക് നിഫ്റ്റിയും വീക്ക് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഡൗൺ സൈഡിലുള്ള ടാർഗറ്റ്സ് ആയ 295 129 എല്ലാം എക്സ്പെക്ട് ചെയ്യാം. പുട്ട് സൈഡിൽ സെല്ല് ചെയ്യാണ്ട് കോൾ സൈഡിൽ മാത്രം സെല്ല് ചെയ്ത് പൊസിഷൻ സേഫ് ആക്കാൻ നോക്കുക. കോൾ സൈഡിൽ കുറച്ച് ഔട്ട് ഓഫ് ദ മണിയിൽ സെല്ല് ചെയ്യാൻ തുടങ്ങുക. അതായത് ഇന്നത്തെ ഇനിഷ്യൽ ബാലൻസ് എന്ന് പറയുന്നത് ഇവിടെയാണ്, 17,650 ആ ലെവലിലാണ്. ഫിൻ നിഫ്റ്റിയിൽ 50 പോയിന്റ്സിൻ്റെ സ്ട്രൈക്ക് പ്രൈസസ് ഇല്ല. അതുകൊണ്ട് നിങ്ങൾക്ക് ഒരു 17,700 തൊട്ട് സെല്ല് ചെയ്ത് തുടങ്ങാം. സേഫായിട്ട് 20% ഓഫ് ക്യാപിറ്റൽ തുടങ്ങുക. നിങ്ങളുടെ ഡയറക്ഷൻ കറക്റ്റായിട്ട് കിട്ടുന്നു എന്നുണ്ടെങ്കിൽ, നമ്മുടെ ഡയറക്ഷൻ ട്രേഡ് ഡയറക്ഷൻ കറക്റ്റ് ആണെന്നുണ്ടെങ്കിൽ പതുക്കെ കോൾസ് റോൾ ഡൗൺ ചെയ്ത് 17,600ലേക്ക് കൊണ്ടുവരാം. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സപ്പോർട്ട് ലെവൽ ഒരു ഫോൾ മോർണിംഗ് ഇപ്പോൾ 2 ദിവസമായിട്ട് മാർക്കറ്റിൽ കാണുന്നത്, ഒരു ഡയറക്ഷനിലോട്ട് ഒരു ഫോൾ വന്നു കഴിഞ്ഞാൽ ഒരു ഇമ്പോർട്ടൻറ്റ് സപ്പോർട്ട് ലെവലിൽ നിന്ന് ബൗൺസ് ചെയ്യാറുണ്ട്. അതൊരു സ്ട്രോങ് സ്ട്രെങ്ത് ഉള്ളൊരു ബൗൺസ് ആണെന്ന് പറയാൻ പറ്റില്ല. കാരണം ഒരു ഡേ മിഡിൽ ഒരു ബാലൻസ് കണ്ടെത്തിയിട്ട് വീണ്ടും റിവേഴ്സ് ചെയ്യാറുണ്ട്. പക്ഷേ ഈ ഒരു വോളറ്റിലിറ്റിയിൽ ഞങ്ങൾ അഡ്വൈസ് ചെയ്യുന്നത്, എവിടെയൊക്കെയാണോ നിങ്ങൾക്ക് പ്രോഫിറ്റബിൾ ആവുന്നത് ആ കീ ഏരിയാസിൽ പ്രോഫിറ്റ് ബുക്ക് ചെയ്ത് മാർക്കറ്റിൽ നിന്ന് ഇറങ്ങുക. തിരിച്ച് നമ്മുടെ ലെവലിൽ എത്തുമ്പോഴത്തേക്കും വീണ്ടും നമ്മൾ പൊസിഷനിൽ കയറുക. എക്സ്പയറി ആണ്, പ്രീമിയംസ് ഫുൾ കളക്ട് ചെയ്യാമെന്ന് പറഞ്ഞ് ഒരു ട്രേഡ് ഹോൾഡ് ചെയ്യുമ്പം ഒരു ഷോർട്ട് കവറിങ് അല്ലെങ്കിൽ ലോങ് അൺവൈൻഡിങ് എന്നുള്ള പ്രോസസ്സൊക്കെ സംഭവിച്ചിട്ട് പെട്ടെന്ന് നമുക്ക് ഇന്ന് തന്നെ ബാങ്ക് നിഫ്റ്റിയിൽ ഒരു മിനിറ്റിൽ 250 പോയിന്റ് മാറിയതുപോലെ സംഭവിക്കും. സോ അനാലിസിസ് എല്ലാവർക്കും ഹെൽപ്ഫുൾ ആയെന്ന് വിശ്വസിക്കുന്നു. ഇനിയും ഇതേപോലുള്ള ഡെയിലി അനാലിസിസ് വേണമെങ്കിൽ എല്ലാവരുടെയും സപ്പോർട്ട് വേണം. എല്ലാവരും ചാനൽ സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. താങ്ക് യു സോ മച്ച്.